2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു. 165 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഒമാൻ 4 വിക്കറ്റിന് 34 എന്ന നിലയിൽ പതറുന്നു. അനിൽ വാസുദേവ് സ്പോർട്സ് വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ, ഗുഡ് മോർണിംഗ്. പറയൂ അനിൽ വാസുദേവ്. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ കരുത്തരായ ഓസ്ട്രേലിയ അവരുടെ ആദ്യ മത്സരത്തിൽ തന്നെ ഇപ്പോൾ ജയത്തിലേക്ക് നീങ്ങുകയാണ്. 165 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ദുർബലരായ ഒമാന് മുന്നിൽ അവർ വെച്ചത്. ഒമാനെ ഇപ്പോൾ എളുപ്പം എറിഞ്ഞിടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ സ്കോർ ബോർഡിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 48 എന്ന നിലയിൽ മാത്രമാണ് ഒമാന് എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും വലിയൊരു സ്കോർ തന്നെ പിന്തുടരേണ്ടതുണ്ട്. ഓസ്ട്രേലിയ ഒരു ടീമിനെതിരെ ഈ ഒരു വിജയലക്ഷ്യം മറികടക്കുക എന്നത് വലിയ പ്രയാസം തന്നെയാണെന്നാണ് കരുതുന്നത്. ഓസ്ട്രേലിയ അനായാസം ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ കരുത്ത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് ഡേവിഡ് വാർണറുടെയും മാർക്കസ് സ്റ്റോയിനിസിൻ്റെയും അർദ്ധ സെഞ്ചുറികളായിരുന്നു. മാർക്കസ് സ്റ്റോയിനിസ് 60-ന് മുകളിലെ റൺസും ഒപ്പം തന്നെ ഡേവിഡ് വാർണർ 52 റൺസ് എടുക്കുകയും ചെയ്തു. IPL മോശം പ്രകടനമൊക്കെ തന്നെ മറന്നുകൊണ്ട് ദേശീയ കുപ്പായത്തിലേക്ക് വന്നപ്പോൾ വാർണറിന് ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ മാക്സ്വെൽ വീണ്ടും നിരാശപ്പെടുത്തി. IPL മോശം ഫോം തുടരുകയാണ്. അദ്ദേഹം വീണ്ടും 0-ന് പുറത്താവുന്ന കാഴ്ച കണ്ടു. എന്നാൽ പോലും ഓസ്ട്രേലിയ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് 165 എന്ന സ്കോറിലേക്ക് എത്തി. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു ചെറിയ ടീമിനെതിരെ 200 അല്ലെങ്കിൽ അതിനൊക്കെ മുകളിലൊരു സ്കോറിലേക്ക് എത്തുമെന്നാണ്. പക്ഷെ പിച്ചിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അത്ര വേഗത്തിൽ റണ്ണടിക്കാൻ പറ്റുമായിരുന്നില്ല. ഡേവിഡ് വാർണറൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ മെല്ലെപ്പോക്കായിരുന്നു. ഒടുവിലാണ് വലിയ രീതിയിലേക്ക് പിന്നീട് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയതും ഭേദപ്പെട്ട 165 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താനുമായത്. ഓസ്ട്രേലിയ എന്തായാലും ആദ്യ മത്സരത്തിൽ ഇപ്പോൾ എളുപ്പം തന്നെ ഇനി ഒമാനെ എറിഞ്ഞിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാൻ അവരുടെ ആദ്യ മത്സരത്തിൽ തോറ്റിരുന്നു. ഈ രണ്ടാം മത്സരത്തിലെങ്കിലും ഓസ്ട്രേലിയ ഒന്ന് വിറപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതുണ്ടാവുന്ന കാഴ്ച ഇപ്പോഴില്ല. എന്തായാലും ഓസ്ട്രേലിയ മികച്ച രീതിയിൽ തന്നെ മത്സരം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.